രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായി തലസ്ഥാനത്ത് ഇന്ന് സംഘശതാബ്ദി പ്രഭാഷണ സഭ നടക്കുകയാണ്. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് വൈകിട്ട് 4:30 പ്രഭാഷണ സഭയിൽ പങ്കെടുക്കും. ക്ഷണിക്കപ്പെട്ട സദസ്സിന്റെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും സർസംഘചാലക് മറുപടി നൽകും. നാളെ തൃശൂരിലും സംഘശതാബ്ദി ആഘോഷത്തിൽ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്നും വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഒരുപക്ഷെ സർസംഘചാലക ഇത്തരം ഒരു പരിപാടിയിൽ തലസ്ഥാനത്ത് ഇത് അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്ഷണിക്കപ്പെട്ട സദസ്സിൻ്റെ മുന്നിൽ അവരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി നൽകുന്ന ഒരു സെക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം നമ്മൾ നാഗ്പൂരിലൊക്കെ ഇത്തരം സെഷനുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. കേരളത്തിൽ ഇത്തരമൊരു സെഷൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് വിനീഷ്? തീർച്ചയായിട്ടും സംഘം 100-ാം വയസ്സിലേക്ക് കടന്നിരിക്കുന്ന ശതാബ്ദി വർഷമാണ്. ആ വർഷത്തെ സംബന്ധിച്ചിടത്തോളം സംഘത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ, സംഘം ഏതൊക്കെ തരത്തിലാണ് ദേശീയധാരയിൽ രാജ്യത്തിൻ്റെ ഭാഗമായി നിന്നത്, ഒപ്പം തന്നെ രാഷ്ട്രത്തിൻ്റെ പരംവൈഭവത്തിന് വേണ്ടി സംഘം നടത്തിയ ഇടപെടലുകൾ, ഒപ്പം അത്തരം വിഷയങ്ങൾ തന്നെയാണ് ഇനി 100-ാം വയസ്സിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പൗരപ്രമുഖന്മാർക്കിടയിൽ, പ്രമുഖ വിശിഷ്ട വ്യക്തികൾക്കിടയിൽ ചർച്ചയാകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർസംഘചാലകിൻ്റെ തന്നെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4:30 മണിയോടുകൂടി തന്നെ ഞാൻ നിൽക്കുന്ന ഉദയ കൺവെൻഷൻ സെൻറ്ററിൽ ഈ ഒരു പരിപാടിക്ക് ആരംഭം കുറിക്കും. എന്തായിരുന്നാലും ക്ഷണിച്ചിട്ടുള്ള പൗരപ്രമുഖന്മാരുമായി ബന്ധപ്പെട്ട അവരൊക്കെയാണ് ഇവിടേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് സംഘവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരും സംഘവുമായി അടുത്ത ചെറിയ തോതെങ്കിലും അനുഭാവിയായിട്ടുള്ളവരും സംഘത്തിൻ്റെ മറ്റു പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ലാത്തവരുമാണ് കൂടുതൽ പേരും ഈ ഒരു വേദിയിലേക്ക് എത്തുക. ഒപ്പം അവർക്ക് പ്രത്യേകിച്ച് സർസംഘചാലനോട് തന്നെ നേരിട്ട് കണ്ട് അഭിപ്രായങ്ങൾ, എന്താണ് സംഘം, കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ സംഘത്തിൻ്റെ പ്രവർത്തനം എന്തായിരുന്നു, രാഷ്ട്രപരം വൈഭവത്തിന് വേണ്ടി സംഘം മുന്നോട്ട് വച്ച ആശയങ്ങൾ എന്തൊക്കെയാണ്, ദേശീയതയ്ക്ക് വേണ്ടി സംഘം മുന്നോട്ട് വച്ച ആശയങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം സംഘത്തിൻ്റെ ഒരു പരിപാടി നടക്കുക അത് ഏറ്റവും ലളിതമായ ഒരു തരത്തിലായിരിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും RSSൻ്റെ തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ തന്നെ ഏറ്റവും പരമോന്നത പദവിയിൽ നിൽക്കുന്ന സർസംഘചാലക് നേരിട്ടെത്തുന്ന പരിപാടിയുടെ വേദിയാണ്. ആ വേദി നമുക്ക് കാണുമ്പോൾ ഏറ്റവും ലളിതമായ രീതിയിലുള്ള വേദി ഒരുക്കിക്കൊണ്ട് അത്തരത്തിലുള്ളൊരു പരിപാടിയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രത്തിലെ ഏറ്റവും ശക്തനായ നേതാവ് ആരെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലക് എന്ന് പൊതുസമൂഹം പറയുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ പരിപാടിയിലെ വേദിയാണ് നമ്മൾ കാണുന്നത്. ആ വേദി വളരെ ലളിതമായ രീതിയിൽ ഒരുക്കിക്കൊണ്ട് അത് സംഘത്തിൻ്റെ എല്ലാ പരിപാടിയും, അത് ശാഖാതലം മുതൽ അങ്ങ് സർസംഘചാലകിൻ്റെ പരിപാടി വരെ ഏറ്റവും ലളിതമായ രീതിയിലാണ് സജ്ജീകരിക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ എന്ന് നമുക്കൊരു പക്ഷേ പറയാൻ പറ്റില്ല. ഫ്ലെക്സുകളില്ല, മറ്റു കവാനങ്ങളില്ല. എന്നാലും സംഘടനാ പരിപാടി എന്ന തരത്തിൽ സംഘത്തിൻ്റെ പരിപാടി നടക്കാറുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. സംഘത്തിൻ്റെ 100-ാം വയസ്സിലേക്ക് അതിൻ്റെ പ്രവർത്തനം സജീവമാക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘം നേരിട്ട് സംഘത്തിൻ്റെ ഏറ്റവും പരമോന്നത പദവിയിലിരിക്കുന്ന സർസംഘചാലക് ഇവിടുത്തെ പൗരപ്രമുഖന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. പ്രത്യേകിച്ച് പ്രത്യേകം ക്ഷണിച്ചിട്ടുള്ള വ്യക്തികൾ ഇവിടേക്ക് എത്തുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘവുമായി ഒരു പക്ഷേ യാതൊരു വിധമായ ബന്ധവുമില്ല അത്തരം, ഒപ്പം തന്നെ സംഘത്തിൻ്റെ അനുഭാവികളായ കുറച്ച് പേർ, അങ്ങനെ 850-ലധികം പേരാണ് ഇവിടേക്ക് ഞാൻ നിൽക്കുന്ന ഈ ഉദയ കൺവെൻഷൻ സെൻറ്ററിലേക്ക് വൈകുന്നേരത്തോടുകൂടി എത്തുക. കൃത്യം 4 മണിക്ക് തന്നെ ഈ ഒരു പരിപാടി നടക്കും. ആദ്യം സർസംഘചാലകിൻ്റെ ബൗദ്ധികമായിരിക്കും. എന്താണ് സംഘം, എന്തായിരുന്നു സംഘം മുന്നോട്ട് വച്ച ആശയങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള ഒരു ബൗദ്ധികമായിരിക്കും ആദ്യഘട്ടത്തിൽ സർസംഘചാലകിൻ്റെ ഭാഗത്തുണ്ടാകുക. 2-ാം ഘട്ടത്തിലായിരിക്കും ആശയവിനിമയം, പ്രത്യേകിച്ച് എന്താണ് സംഘം, സംഘത്തിൻ്റെ മറ്റ് ഐഡിയോളജി എന്താണ് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ ആശയവിനിമയം ഉണ്ടാകുക വരുന്ന അടുത്ത സെക്ഷനിലാണ്. അങ്ങനെ 2 സെക്ഷനായിട്ടാണ് ഇത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിനായി 4:30 മണി മുതൽ വൈകുന്നേരം 8:30 മണി വരെയാണ് ഈ പരിപാടി നടത്തുന്നത്. എന്തായിരുന്നാലും സംഘത്തിൻ്റെ 100-ാം വർഷത്തിനോടനുബന്ധിച്ച് കൃത്യമായ തരത്തിൽ സംഘത്തിൻ്റെ ആശയങ്ങൾ ലോകമെമ്പാടും എത്തിക്കുക, എല്ലാ ജനങ്ങൾക്കിടയിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സംഘം ഇത്തരത്തിലുള്ള ഒരു വലിയ സദസ്സ് ഒരുക്കുന്നതും അവരുമായി സംഘത്തിൻ്റെ ആശയം പങ്കുവയ്ക്കുന്നതും.